അപ്പോൾ ഇന്ന് ഞാൻ നല്ല സന്തോഷത്തിലാണ്. എന്താ വെച്ചാൽ ഞാൻ കുഴിച്ചിട്ട ചരങ്ങയിൽ ഇതാക്കണ് ഇവിടെ കായ ഉണ്ടായിട്ടുണ്ട്, അത് വിളവെടുക്കാനായിട്ടുണ്ട്. അപ്പം ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ എന്നോട് വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാർ എന്നോട് ചോദിക്കലുണ്ട്, ഇത് ഇങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യല്ലേ ഇങ്ങനെ കുഴിച്ചിടന്, അതുകൊണ്ട് അങ്ങനെ ചെയ്യല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അല്ല കേട്ടോ, ഞാനിത് ഒറ്റയ്ക്ക് ഞാൻ തന്നെയാണ് ഇത് നനയ്ക്കലും കുഴിച്ചിടലൊക്കെ ചെയ്തത്. അപ്പോൾ അതാക്കണി ഈ ചെരങ്ങയിൽ ഇപ്പോൾ കായ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയൊക്കെ കായ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം ഇതിപ്പോൾ ഇവിടെ ഉള്ള മൂത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് കാണാത്ത. അപ്പം ഇനി ഞാനിത് പറിക്കട്ടെ. ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ പുല്ലിൻ്റെ. കാണുന്നുണ്ടോയെന്നറിയില്ല. അപ്പം ഇതാണ് കേട്ടോ ചെരങ്ങ. അപ്പം അത് ഞാൻ പറിച്ചെടുക്കുകയാണ്. അതാ ഇത്രയും വലിപ്പമുണ്ട് കേട്ടോ. ഇത് നല്ല ഫ്രഷ് സാധനമാണ്. വെറും ചാണകപ്പൊടിയും ചാണകവെള്ളം മാത്രമേ വെച്ചിട്ടുള്ളൂ ഇതിന്. എന്നിട്ട് ഇതാ നല്ല വലിപ്പത്തിൽ കിട്ടിയിട്ടുണ്ട്. ഒരു കേടുമില്ല കേട്ടോ. ഇപ്പോഴാണ് മനസ്സിലായേ നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് അത് വിളവെടുക്കുമ്പോൾ അതൊരു വേറെ സന്തോഷമാണ് കേട്ടോ. പിന്നെ ഇതാ ലച്ചൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഈ ചരങ്ങ കണ്ടിട്ട് പറഞ്ഞ് ഇനി എനിക്കും കുഴിച്ചിടണം, അങ്ങനെ എൻ്റെ ഇപ്പോൾ ചരങ്ങ ഉണ്ടായല്ലോ ഇനി എനിക്കും ഇങ്ങനെ ഒന്ന് കുഴിച്ചിടണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇനി എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇതിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ നല്ല സന്തോഷമാണ്. പിന്നെ അത് അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് അപ്പുറത്തെ തൊടിക്ക് ഇതിൻ്റെ വള്ളി പോയിട്ടോ. അങ്ങോട്ട് ഞങ്ങൾ നോക്കല് ചെയ്യുന്നു. പക്ഷേ ഇന്നൊന്ന് ഞാൻ വെറുതെ നോക്കിയതായിരുന്നു. അപ്പോൾ അപ്പുറത്തെ തൊടിയിലും ഉണ്ട് കേട്ടോ ചരങ്ങ. അത് മൂത്തിട്ട് മൂപ്പായിട്ടേ ഉള്ളൂ. അതിന് നോക്കട്ടെ. അപ്പം ഇനി ഞാൻ അതും കൂടി ഒന്ന് പോയി നോക്കട്ടെ. ചിലപ്പോൾ മൂത്തിട്ടുണ്ടാവും. കൂടി മൂക്കാണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വർക്കിനില്ല. പിന്നെ അതാക്കണ അവിടെ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതാ ഇവിടെ ഒക്കെ ഓരോ മുടിച്ചിലുണ്ട് കേട്ടോ. അവിടെ ആക്കണേ അത്ര വലിപ്പം വെച്ചിട്ടുണ്ട്. അമ്മ പിന്നെ രാവിലെ തന്നെ സാമ്പാർ വയ്ക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അതിനുള്ള തേങ്ങ ഒക്കെ വറുക്കാണ്. പിന്നെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ചെരങ്ങേൻ്റെ ഇല എടുക്കുകയാണ്. ചെരങ്ങേൻ്റെ ഇലേൻ്റെ ഉപ്പേരി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അമ്മ ചെരങ്ങേൻ്റെ ഇലേൻ്റെ ഉപ്പേരി ഒക്കെയാണ്. സാമ്പാർ ഉണ്ടാക്കിയപ്പോൾ പിന്നെ അമ്മയ്ക്ക് അവിയൽ ഉണ്ടാക്കാനൊരു ചെറിയൊരു ആഗ്രഹം. അപ്പോൾ പിന്നെ ചേച്ചി അമ്മേനെ സഹായിക്കാൻ വേണ്ടി അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിയാണ്. ലച്ചു പിന്നെ ഇന്നലെ ശിവരാത്രിയില ശിവൻ്റെ നന്ദീൻ്റെ ചിത്രം വരയ്ക്കുകയാണ്. വരച്ചത് എന്തായാലും സൂപ്പറായി കേട്ടോ. ഓള് വരയ്ക്കുന്നുണ്ടപ്പോൾ എനിക്കൊരു പൂതി. അപ്പം ഞാനും ഒന്ന് വരച്ച് നോക്കുകയാണ്. ഞാനും പിന്നെ ചെറുതായിട്ടൊക്കെ ഒന്ന് വരയ്ക്കും കേട്ടോ. അപ്പം അമ്മ അവിയലും സാമ്പാറും ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസമായിന്. അപ്പം ഇന്ന് അമ്മയ്ക്ക് ഒരാഗ്രഹം അവിയൽ സാമ്പാർ ഉണ്ടാക്കാൻ. അപ്പം ഇന്ന് അങ്ങനെ അവിയൽ സാമ്പാർ ഉണ്ടാക്കിയതാണ്. ഞങ്ങൾക്ക് ഇന്ന് സ്കൂളില്ല കേട്ടോ. 10ന് മോഡൽ എക്സാം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇന്ന് സ്കൂളില്ല. അമ്മ പിന്നെ ഇതൊക്കെ ഉണ്ടാക്കിച്ച് അമ്മ സ്കൂളിൽ പോയി. അമ്മയ്ക്ക് ഇന്ന് സ്കൂളുണ്ട്. ശേഷം പിന്നെ ഞങ്ങൾ വെയിലത്തിട്ട കുരുമുളക്, വെയിലത്ത് ഉണക്കാട്ട കുരുമുളക് വാരി എടുക്കുകയാണേ. ഇതിപ്പോൾ നല്ല ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇത് വാരി വെക്കാനേ പറ്റൂല. അതുകൊണ്ട് തന്നെ ഇത് വാരി വെക്കാണ് കേട്ടോ. അമ്മ രാവിലെ പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വരുമ്പോഴേക്ക് ഈ കുരുമുളക് വാരി വെക്കണമെന്ന്. ഇതിൻ്റെ മരട്ടൊക്കെ വരച്ച് പുല്ല് നിറഞ്ഞിട്ടുണ്ട്. ആ കഞ്ഞി വറക്കട്ടെ. വായ എന്താ അറിയില്ല, വലുതാവുന്നില്ല. 3 അവിടെ വലിപ്പം വെക്കണില്ല. എന്താ ഇത് പിന്നെ അവിടെ ഉള്ളതൊക്കെ. ഈ ഒരു വാഴക്കൊന്ന് കുറച്ച് വലിപ്പമുണ്ട്, മറ്റൊന്നും ഇത്ര വലിപ്പമില്ല കേട്ടോ. ഞാൻ എന്താ ഇതിൻ്റെ ഇടയിൽ ചീര വെച്ചിട്ടുണ്ട്, പാകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഇടയിലൊക്കെ വായി കൊടുത്തിരുന്നു. ഇതായി ഇവിടെ പറിക്കാനായിട്ടുണ്ട്. ഇത് ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ എടുത്തിരുന്നു. ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഉപ്പേരിക്ക് എടുക്കലുണ്ട് അത്. അപ്പം അത് വറക്കട്ടെ.
അവിടെ ഇവിടെയാണ് കേട്ടോ വെച്ചത്. അപ്പൊ ഇത് മതി കേട്ടോ ഒന്ന് പേരിക്ക്. ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.